ഭീഷ്മപർവ്വത്തിലും ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കണ്ടത് ഞാൻ പ്രൊമോഷന്റെ സമയത്താണ്. സോ അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് രാഹുലിട്ട് വിളിക്കുമ്പോൾ ഏറ്റവും ആദ്യം മമ്മൂക്ക പടമാണെന്നൊന്നും പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞില്ല. എനിക്ക് ആകെ പറഞ്ഞത് യക്ഷിയുടെ ഒരു സീക്വൻസ് ഉണ്ട്, അത് ചെയ്യണം, അതിങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പൊ നിന്റെ കോൺട്രിബ്യൂഷൻ വേണം, യക്ഷി നടക്കുന്നത് തൊട്ട് യക്ഷി എവിടെ എങ്ങനെ തിരിഞ്ഞു നോക്കും, എങ്ങനെ ബിഹേവ് ചെയ്യും, ഒരാളെ എങ്ങനെ സെഡ്യൂസ് ചെയ്യും, ഇതൊക്കെ ഒരു ആർട്ടിന്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നായിരുന്നു. സോ ഞാനത് വീട്ടിൽ പോകുന്നു, പ്ലാൻ ചെയ്യുന്നു, യക്ഷി ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഈ യക്ഷി ഇങ്ങനെ ആയിരിക്കാം, സാധാരണ യക്ഷി മറ്റേ വെള്ള സാരി എടുത്ത് ഉള്ള വരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ഈ പരിപാടി. സോ പരിപാടി അപ്പോ അത് കഴിഞ്ഞ് ഞാൻ രാഹുലിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോഴാണ് പറയുന്നത് യക്ഷി മാത്രമല്ല മമ്മൂക്കയാണ് സിനിമ എന്നുള്ള രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ മമ്മൂക്കന്റെ സിനിമയിലേക്കാണോ ഞാൻ ഇങ്ങനൊരു അല്ല ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്? സംഭവത്തെ ഞങ്ങൾ പരിപാടിയായിട്ട് വിട്ടോണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു. പിന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി. പിന്നെയാണ് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, മമ്മൂക്കയും യക്ഷിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ബേസിക്കലി നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം കിട്ടി. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ.